Hello everyone, welcome back. കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ? ഹായ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ലേൺ സം വൊക്കാബ്. നമുക്ക് കുറച്ച് വൊക്കാബുലറി നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ നമ്മൾ വൊക്കാബുലറി പഠിക്കുമ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ് whenever you learn a word, make sentences out of it and let's make the corrections. ഓക്കെ, അത് മറക്കരുത് കേട്ടോ. കോൺവെർസേഷൻ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ മറക്കണ്ട. സോ ഫസ്റ്റ് വൺ ഒരു ഫ്രേസാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റസ് കോ. എപ്പോഴെപ്പോഴും ഇതിൽ വരുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റസ് കോ എന്നുള്ള ഫ്രേസ് കേട്ടോ. സ്റ്റേറ്റസ് കോ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, നിലവിലെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ സ്റ്റേറ്റസ് കോ എന്ന് പറയാം. സ്റ്റേറ്റസ് കോ ഒരു ഫ്രേസ് ആയിട്ടാണ് യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ സിനോണിം എന്തായിരിക്കും? സെയിം ഫ്രേസ് രീതിയിൽ തന്നെ പോകും. കറന്റ് സ്റ്റേറ്റ്, എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്, ദ വേ തിങ്സ് ആർ എന്നൊക്കെ നമുക്ക് അതിനെ സിനോണിംസ് ആയിട്ട് പറയാം. ആന്റണിം എന്തായിരിക്കും? ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ അപ്ഹീവൽ, ഇവല്യൂഷൻ, അല്ലെ, ഡെവലപ്മെന്റ് എന്നൊക്കെ അങ്ങനെ പറയാം. മാറ്റത്തിനെയാണ് നമ്മൾ എന്താ പറയാ, സ്റ്റേറ്റസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ എക്സാമ്പിൾ നോക്കിയേ, ദ കമ്മിറ്റി ഡിസൈഡഡ് ടു മെയിൻറ്റെയിൻ ദ സ്റ്റേറ്റസ് കോ അണ്ടിൽ ഫർദർ ഡിസ്കഷൻസ് കുഡ് ബി ഹെൽഡ്. ഇന്നലെ നമ്മൾ പഠിച്ച ഫർദർ ഓർമ്മയില്ലേ? കൂടുതൽ ഡിസ്കഷൻസ്. ഇന്നലെ ഫർദർ പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഫാർദർ നമ്മൾ ഡിഫറൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഫർദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ, അല്ലെ, അണ്ടിൽ മോർ ഡിസ്കഷൻ ഓർ അണ്ടിൽ അഡീഷണൽ ഡിസ്കഷൻസ്, കൂടുതൽ ഡിസ്കഷൻസ് ഹോൾഡ് ചെയ്യുന്നവരെ കമ്മിറ്റ് എന്ത് ചെയ്തു, സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെ. ഫർദർ എന്ന് പറഞ്ഞ യൂസ് ചെയ്ത് നോക്കൂ അത്. അപ്പം സ്റ്റേറ്റസ് കോ വളരെ കോമൺ ആണ്, നമ്മൾ ഒരുപാട് തവണ ഫ്രേസ് എക്സാമ്പിൾസിൽ ചോദിച്ചിട്ടുള്ള യൂസേജ് ആണ് സ്റ്റേറ്റസ് കോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? സെന്റൻസ് ഫ്രെയിം ചെയ്തോളൂ. ഇനി നമുക്ക് അടുത്ത് നോക്കാവേ. നെക്സ്റ്റ് വേർഡ് ഇസ് ഡ്വെല്ലിംഗ്. ഇന്നലെ ഞാൻ ഡ്വെൽ അല്ലെ, നമ്മൾ ഡ്വെല് എന്നൊക്കെ പറഞ്ഞു, അതിനോട് ഡ്വെല് ഞാൻ പറഞ്ഞു തന്നത്, ഡ്വെൽ ചെയ്യാം. നൗൺ ആയിട്ടും ഡ്വെല്ലിംഗ് എന്ന് പറയാം. ഡ്വെൽ എന്ന വേർബും ഉണ്ട് കേട്ടോ. ഡ്വെൽ ചെയ്യാന്നുള്ളത് വേർബും ഉണ്ട്, എന്നാൽ ഡ്വെല്ലിംഗ് എന്ന് പറയുന്നത് നൗൺ, ജെറൻഡ് ആയിട്ടല്ല, അല്ലാതെ. വേർ ഇസ് യുവർ ഡ്വെല്ലിംഗ്, നിന്റെ ഡ്വെല്ലിംഗ് എവിടെയാ, നിന്റെ റെസിഡൻസ് എവിടെയാ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഡ്വെല്ലിംഗ് എന്നൊരു നൗൺ ഉണ്ട്. അപ്പൊ അത് വേർബായിട്ട് ഡ്വെല്ലിംഗ് ചെയ്യുന്നത്, വേർ ആർ യു ഡ്വെല്ലിംഗ് അറ്റ് എന്നൊക്കെ പറയുമ്പോൾ, വേർ ആർ യു സ്റ്റേയിങ് അറ്റ്, അല്ലെ, വേർ ആർ യു ലിവിംഗ് ഇൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഡ്വെല്ലിംഗ് എന്ന വേർബും ഉണ്ട്. അപ്പോൾ ആ യൂസേജിൽ ഡ്വെല്ലിംഗ് നമുക്ക് പറയാം. അടുത്തതാണ് പ്ലേസ് ഓഫ് റെസിഡൻസ് ഓർ ഹാബിറ്റേഷൻ. താമസിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ ഡ്വെല്ലിംഗ് എന്ന് പറയാം. സിനോണിം അപ്പം എന്തായിരിക്കും? റെസിഡൻസ്, അബോർഡ്, അല്ലെങ്കിൽ ഹോം നൗൺ ആയിട്ട് വരും. വേർബ് വരുമ്പോൾ റിസൈഡ് ചെയ്യുക, ലിവ് ചെയ്യുക, സ്റ്റേ ചെയ്യുക എന്നൊക്കെ പറയാം. അപ്പൊ ആന്റണിം എന്തായിരിക്കും? വേക്കൻസി അല്ലെങ്കിൽ എംപ്റ്റിനെസ്, ഒന്നുമില്ലാത്ത അവസ്ഥ. റിസൈഡ് ചെയ്യുന്നത് ഒന്നുമില്ലാത്ത അവസ്ഥയ്ക്കും നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഓപ്പോസിറ്റ് വേർബിന്റെ ആകുമ്പോൾ അൺഇൻഹബിറ്റ് ചെയ്യുക, ലീവ് ചെയ്യുക എന്നൊക്കെ പറയാം. അതിനാണ് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട്, ഡ്വെല്ലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആന്റണിംസ് ആയിട്ട് പറയാം, വേർബിന്റെ ഓപ്പോസിറ്റ്സ്. എക്സാമ്പിൾ നോക്കിയേ, the cozy dwelling nestled in the countryside provided a peaceful retreat. അവിടെ dwelling noun ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ where are you dwelling at എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേർബ് ആയിട്ടും അതിനെ ഉപയോഗിക്കാം കേട്ടോ. വേർബ് ആയിട്ട് ഉപയോഗിക്കും, നൗൺ ആയിട്ട് ഉപയോഗിക്കും. നൗൺ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നേക്കണേ. ദ കോസി ഡ്വെല്ലിംഗ്, കോസി ആയിട്ടുള്ള റെസിഡൻസ്, അല്ലെ, ഹാബിറ്റേഷൻ, nestled in the countryside, കൺട്രി സൈഡിൽ നെസ്റ്റിൽ ചെയ്തിരിക്കുന്ന സ്ഥലം ഇസ് എ പീസ്ഫുൾ റിട്രീറ്റ്, വളരെ പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലമാണ്, പീസ്ഫുൾ ആയിട്ടൊരു ഏരിയ ആണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സെന്റൻസ് പോരട്ടെ, അപ്പോഴേക്കും ഞാൻ മറ്റു സെന്റൻസുകൾ നോക്കട്ടെ അപ്പോഴേക്കും. ഓക്കെ, the court maintains status quo on the historical verdict. That's great. അടുത്തോട്ട് പോവാം. അടുത്ത വേർഡ് ഇറാഷണൽ. കേട്ട് പരിചയമുള്ള വാക്കാണല്ലോ. ഇറാഷണൽ, റാഷണലിന്റെ ഓപ്പോസിറ്റ്. ഇറാഷണൽ മീൻസ് അൺറീസണബിൾ, അല്ലെ. ഇറാഷണൽ ആയിട്ടുള്ള സംഭവം ആണെങ്കിൽ റാഷണൽ ആയിട്ടുള്ള മാൻ ഓർ റാഷണൽ ബീങ്സ്, അല്ലെ,
men are rational beings. അല്ലെങ്കിൽ man is rational being, man is a rational being എന്ന് പറയും. സോ ഇറാഷണൽ എന്ന് പറഞ്ഞാൽ അൺറീസൺ. അയ്യോ ഇന്നലെ ഒരു അബദ്ധം പറ്റിയായിരുന്നു, ഞാൻ ഇന്നലെ വിട്ടുപോയി, നോട്ടിൽ അത് കറക്റ്റ് ചെയ്തെന്ന് വിചാരിച്ചു. ഷി ലെൻഡഡ് അല്ല ഹെർ സ്മൈൽ ലെൻഡഡ് എന്ന് പറഞ്ഞൊരു അബദ്ധം എൻ്റെ വായിന്നറിയാതെ വന്നായിരുന്നു. ഐം സോ സോറി കേട്ടോ. ലെൻഡിന്റെ പാസ്റ്റൻസ് ലെൻറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു അബദ്ധം സെന്റൻസ് മേക്ക് ചെയ്തതെന്നാൽ എനിക്ക് ഐ ഫീൽ റിയലി എന്താ പറയാ സോറി ഫോർ ദാറ്റ് ആൻഡ് ഐ റിയലി അപ്പോളജൈസ് കേട്ടോ. അതൊന്ന് എറർ ഞാൻ നോട്ടിൽ മാറ്റിയിട്ട് എറർ ഞാൻ മാറ്റിയിട്ടാണ് തന്നെ, പക്ഷെ ഞാൻ എൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഈ ഒരു പരിപാടി ഞാൻ വരുത്തി വെച്ചല്ലോ എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ കറക്റ്റ് ചെയ്തായിരുന്നു. ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. ഞാൻ അതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണേ. ആരെങ്കിലും കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നോട്ട് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ, നോട്ട് ചെയ്തവരുണ്ട്, നോട്ട് ചെയ്യാതെ പോയവരുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യണേ. ലെൻഡഡ് എന്നില്ല, ലെൻറ്റ് LENT ലെൻറ്റ്, ബിൽഡ് പോലെ ബിൽറ്റ് ലെൻറ്റ് ഓക്കെ. അപ്പൊ ഇറാഷണൽ, അൺറീസണബിൾ അല്ലെങ്കിൽ സിനോണിം എന്ത് വരും? ഇലോജിക്കൽ, ഗ്രൗണ്ട്ലെസ് അല്ലെ. യു ആർ ടോക്കിംഗ് അബൌട്ട് സം ഗ്രൗണ്ട്ലെസ് തിങ്സ്, യു ആർ ഗിവിംഗ് സം ഗ്രൗണ്ട്ലെസ് മാറ്റേഴ്സ്, അതായത് പ്രൂഫ് ഒന്നും ഇല്ലാത്തത് അല്ലെ. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റാഷണൽ ആയിട്ടൊരു പ്രൂഫ് ഒന്നും ഇല്ലെങ്കിൽ ദാറ്റ് ഇസ് ഗ്രൗണ്ട്ലെസ്. ഇംപ്രാക്ടിക്കൽ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? റാഷണൽ, ലോജിക്കൽ, സെൻസിബിൾ, പ്രാഗ്മാറ്റിക് എന്നൊക്കെ പറയാം. Okay, so now the example, it wasn't the money he objected to as much as the irrational logic. It wasn't the money he objected to as much as the irrational logic. Irrational, okay, irrational, rational, the opposite. In sentence load porate. Dwelling. Arune, dwelling in the spelling is DWELLING. Dwelling on the past, can't do with the current life. Can't do with the current life phrase ആയിട്ട് ഉപയോഗിക്കുന്നതാണോ? The court inquired about the status quo of the murder case to police. Okay. Dharavi in Mumbai is one of the highest dwelling slums in the world. All right. The court has put the case in status quo till the commotion is controlled. Great. The government is enforcing stringent measures on slum dwellers. Okay, that's great. അടുത്തോട്ട് പോകാലോ. പെർസിസ്റ്റ് ചെയ്യുക. അടുത്ത വാക്ക് is persist ചെയ്യുക. സോ പെർസിസ്റ്റ് ചെയ്യുക എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ട് പരിചയമുണ്ടായിരിക്കും. ഞാൻ എന്ത് പറഞ്ഞപ്പോഴാണ്, ഞാൻ ജെറണ്ടിന്റെ ക്ലാസ്സിലല്ല, ജെറണ്ടിന്റെ ക്ലാസ് ഞാൻ പറഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻസിസ്റ്റ് ചെയ്യുക എന്നൊരു വെർബ് നമ്മൾ ഉപയോഗിക്കുക, ഇൻസിസ്റ്റ്. ആ ഇൻസിസ്റ്റ് എന്ന വെർബിന്റെ കൂടെ നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു എന്താ പറയാ പ്രിപ്പോസിഷൻ ഉണ്ട്, ഓൺ. ഇൻസിസ്റ്റ് ഓൺ. പെർസിസ്റ്റ് എന്ന് പറഞ്ഞ വെർബിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്, ദാറ്റ് ഇസ് ഇൻ. പെർസിസ്റ്റിനോട് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന ഇൻ ആണ്. അതുപോലെ തന്നെ പെർസിസ്റ്റിനോട് നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന ഇൻ ആണ്. ആൻഡ് പെർസിസ്റ്റ് എന്ന ഇൻസിസ്റ്റിനോട് ഓൺ. അത് മറക്കല്ല, എപ്പോഴും വരുന്നില്ല. പെർസിസ്റ്റ് മീൻസ് continuing firmly or obstinately in an opinion, course of action or belief despite opposition, difficulty or unfavorable conditions. നമ്മൾ പറയില്ലേ, നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലേ, അതിനാണ് പെർസിസ്റ്റ് ചെയ്യാന്ന് പറയാം. പെർസിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. പെർസിസ്റ്റിംഗ് അവസ്ഥ ഇതാണ് എന്നൊക്കെ, പെർസിസ്റ്റിംഗ് സിറ്റുവേഷൻ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു യൂസേജ് ഉണ്ട്. അപ്പോൾ പെർസിസ്റ്റ് ചെയ്യുക എന്നുള്ള പറയുന്ന ആ യൂസേജിന്റെ ഇത് എന്താ പറയാ, ഇത് പറഞ്ഞുതരാം, മീനിങ് പറഞ്ഞുതരാം. സോ പെർസിസ്റ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് പോകുന്നത്. ഒരു ഒപ്പീനിയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ആക്ഷനിലായിക്കോട്ടെ നമ്മൾ പോവാണ്. എന്തൊക്കെ ഒപ്പോസിഷൻ വന്നാലും, എന്തൊക്കെ ഡിഫിക്കൽട്ടി, എന്തൊക്കെ അൺഫേവറബിൾ കണ്ടീഷൻസ് വന്നാലും നമ്മൾ എന്ത് ചെയ്യില്ല. അൺഫേവറബിൾ ഇത് അമേരിക്കൻ സ്പെല്ലിംഗ്, യു വരുമ്പോൾ അത് ബ്രിട്ടീഷ് സ്പെല്ലിംഗ് ആവട്ടോ. അപ്പോൾ തുറന്നു പോകുന്നതിന് പെർസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പെർസിസ്റ്റൻസ്, പെർസിസ്റ്റന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഡ്ജക്റ്റീവ് ആൻഡ് നൗണും പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. persistent, persistent adjective.
persistence noun. Her persistence in studies, her persistence in work എന്നൊക്കെ നമ്മൾ പറയും ആ കാര്യം. സോ കണ്ടിന്യൂ, എൻഡ്യൂർ, പെർസിവിയർ എന്നൊക്കെയാണ് പെർസിസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ സിനോണിംസ്. ആന്റണിം എന്താ? സീസിയ. സീസിയ മീൻസ് എൻഡ് ചെയ്യുക അല്ലേ? ഇന്നലെ പറഞ്ഞു സീസിയ എൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക, ഗിവ് അപ്പ്, ക്വിറ്റ് ചെയ്യുക അല്ലെ? ഗിവ് അപ്പ് ചെയ്യുമ്പോൾ ക്വിറ്റ് ചെയ്യാണ്, സറണ്ടർ ചെയ്യുക അല്ലെ? അടിയറോ പറയാനത്ത് പരിപാടി. അതൊക്കെ പേഴ്സിസ്റ്റിന് ഓപ്പോസിറ്റ്സ് ആണ്. എക്സാമ്പിൾ നോക്കിയേ. ഡെസ്പൈറ്റ് ഫേസിങ് ന്യൂമറസ് ചാലഞ്ചസ് ഷീ ഡിസൈഡഡ് ടു പെർസിസ്റ്റ് ഇൻ pursuing her dream. ഈ പെർസിസ്റ്റ് എന്ന വേർബിന് ശേഷം ഇന്ന് ഉപയോഗിക്കും പ്രിപ്പോസിഷൻ ആയിട്ട്. ഇൻസിസ്റ്റിന് ശേഷം ഇൻസിസ്റ്റ് നിർബന്ധിക്കാം. ഇൻസിസ്റ്റിന് ശേഷം നമ്മൾ ഓൺ ഉപയോഗിക്കും. രണ്ടിന് ശേഷം നൗണ് അല്ലെ പ്രൊനൗൺ അല്ലെങ്കിൽ ജെറണ്ട്, ഇതാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ, പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓർമ്മയില്ലെങ്കിൽ ഒന്ന് എന്താ പറയാ, ഓർത്തോണം, ശ്രദ്ധിച്ചോണം. ഓക്കെ, സെൻറ്റൻസസ് പോരട്ടെ, ഓർത്തോണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. എന്തായാലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർമ്മ പുതുക്കി എടുത്തോളാം. Let me see your sentences. Irrational thinking can hamper the development of nation. Irrational answer by the teacher irritated the students. Irrational exchange of communication is overall unusual. All right. അപ്പോൾ സെറ്റ് അല്ലേ? ഒരു ക്ലാരിറ്റി കിട്ടിയല്ലോ. സെന്റൻസസ് വരണേ, നിങ്ങൾ സെന്റൻസ് വെയിറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കട്ടെ. കാരണം ചുമ്മാ ചുമ്മാ കേട്ടിരുന്ന കഥ കേട്ടുപോയിരിക്കുന്ന പോലെ ഇരിക്കല്ലേ. ഇല്ലെങ്കിൽ നമ്മൾ വൊക്കാബുലറി സെഷൻ ഇനി എക്സ്ട്രാ വെക്കണ്ടല്ലോ. നിങ്ങൾ അങ്ങനെയാണ് വൊക്കാബുലറി സെഷൻ തരേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ നിങ്ങൾ പഠിക്കട്ടെ, റിവിഷൻ പോലെ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ എന്താ പറയുക, ഇതിനൊന്ന് ഫോക്കസ് ചെയ്ത് പിന്നെ അതിനെ വരുന്നത്. അപ്പം നിങ്ങൾ അതനുസരിച്ചൊന്ന് ചെയ്തോണേ. ഓക്കെ, അടുത്ത വേർഡിലോട്ട് പോകാവേ. ഒരു സെക്കൻഡേ. റിറ്റ്, അടുത്ത വാക്ക് റിറ്റ്. റിറ്റ് നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് വാക്ക് കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് റിറ്റ് എന്ന വാക്ക്. കോർട്ടിൽ അല്ലെങ്കിൽ ലീഗൽ വൊക്കാബിൽ പെടുന്നതാണ് റിറ്റ്. സോ റിറ്റ് മീൻസ് a formal written order issued by a court, typically instructing a specific action or the enforcement of a right. അതിനാണ് റിറ്റ് എന്ന് പറയാം. അപ്പം അതിന് സിനോണിം ആയിട്ട് എന്ന് പറയും ലീഗൽ ഓർഡർ, കോർട്ട് ഓർഡർ അല്ലെങ്കിൽ സമൻസ് എന്ന് പറയാം. സമൻസ് സിംഗുലർ ആണ്, സമൻസസ് ആണ് പ്ലൂരൽ വരുന്നത് കേട്ടോ. സമൻസ് സിംഗുലർ ആണ്, മറക്കില്ല. സമൻസിൻ്റെ കൂടെ സിംഗുലർ വെർബേ കൊടുക്കാവുള്ളത്, അത് മറക്കണ്ട. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? കോർട്ട് ഓർഡർ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ്, അങ്ങനെ ഒരു കാര്യത്തില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്മിസൽ അല്ലെങ്കിൽ വിഡ്രോവൽ എന്നൊക്കെ നമുക്ക് പറയാം. റിറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നതാണ് വിഡ്രോവൽ അല്ലെ ഡിസ്മിസൽ. എക്സാമ്പിൾ നോക്കി. ദ ജഡ്ജ് ഇഷ്യൂഡ് എ റിറ്റ് ഓഫ് എ കോർപ്പസ് ടു സെക്യൂർ ദ പ്രിസണേഴ്സ് അപ്പിയറൻസ് ഇൻ കോർട്ട്. ലീഗൽ ഓർഡർ, കോർട്ട് ഓർഡർ, സമൻസ് എന്നൊക്കെയാണ് എന്തിനു പറയാം, റിറ്റിന് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ആസ് എ എന്താ പറയാ ഇതായിട്ട് പറയുന്നത് കേട്ടോ. മീനിങ് ഇതായിട്ട് പറയുന്നത്, സിനോണിം ആയിട്ട് പറയുന്നത് കേട്ടോ, മറക്കണ്ട. ഞാൻ നിങ്ങളുടെ സെന്റൻസ് ഇവിടെ കാണട്ടെ. ഓക്കെ, rational exchange. Okay, only determined leadership can bring about a transformation in the persisting situation of unemployed youth.
Manu Bakar, B capital A, persistently tried and won bronze in Paris Olympics. All right. Being persistent in an opinion can make the path easy. All right. A mother with patience is the cause of persistent. Is the cause of persistent അല്ല, is the cause of persistence. ഓഫ് എന്ന് കഴിഞ്ഞിട്ട് വരുന്ന ഓഫ് എന്ന് പറഞ്ഞ പ്രൊപ്പോസിഷൻ അല്ലായിരുന്നേ, പ്രൊപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റാ വരണ്ടേ, അഡ്ജക്റ്റീവ് വരരുത്. ഒബ്ജക്റ്റ് ആയിട്ട് എന്തിനൊക്കെ വരാം? നൗണിന് വരാം, പ്രൊനൗണിന് വരാം, അല്ലെങ്കിൽ ജെറണ്ടിന് വരാം. അപ്പൊ പെർസിസ്റ്റന്റ് ഇസ് റോങ്. പെർസിസ്റ്റൻസ് ആണെങ്കിൽ ഓക്കെ, അതിന്റെ സെൻസ് കറക്റ്റ് ആണ്. There is many kind of there is many kind of എന്ന് പറഞ്ഞ അനുപമ. There is എന്ന് പറയുന്നത് എങ്ങനെയാ? മെനി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം പ്ലൂറൽ അല്ലേ? അപ്പൊ there are many kinds of, അല്ലെ? There are many kinds of persistence, അല്ലെ? ഒരുപാട് തരത്തിലുള്ള persistence ഉണ്ട് to face in our life. There are many persistent അല്ല, there are many kinds of persistent people എന്ന് പറഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ persistent occasions എന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓക്കെ. persistent occasion adjective ആയിട്ട് കൊടുത്താൽ, persistent എന്ന് പറഞ്ഞു കൊടുത്താൽ അവിടെ തെറ്റാണ്. ഗ്രാമറിൽ അവിടുത്തെ എന്താ വെർബ് യൂസേജ് തെറ്റാണ്. there are many kinds of persistence പറയാം, അല്ലെങ്കിൽ there are many kinds of persistent people എന്നോ persistent occasions എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ്, സെറ്റാണ് കേട്ടോ, അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി തെറ്റാണ്. persisting patriarchy and casteism has ruined the underlying principle of equality. All right, it has been raining persistently for the past 3 days. Okay, a writ was issued to the officer who was found guilty. Great. അപ്പൊ സെറ്റ്, റിറ്റ് വരെയുള്ളത് ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അതുപോലെ സെന്റൻസ് ഉണ്ടെങ്കിൽ മേക്ക് ചെയ്യാൻ മറക്കരുത്, അത് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അടുത്തതിലോട്ട് പോകാവേ. ഓക്കെ, അടുത്ത thോ. thോ എന്ന വാക്ക് കേട്ടോ, thോ എന്ന വാക്ക് noun ആയിട്ടും verb ആയിട്ടും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ become more friendly അല്ലെങ്കിൽ relaxed after a period of tension or hostility. രണ്ടുപേരും തമ്മിൽ വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹോസ്റ്റിലിറ്റിയോ അല്ലെങ്കിൽ ടെൻഷനോ ഒക്കെ ഉണ്ടായിരുന്നു വിചാരിക്കാം, അതിന് ശേഷമുള്ള പീരീഡ് ഇല്ലേ, ആ ഒരു പീരീഡ് ഓഫ് സന്തോഷം, ഒരു സൗഹൃദം, അതിനെ നമുക്ക് thോ എന്ന് പറയാം. അതുപോലെ തന്നെ thോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു സന്തോഷമായിട്ടിരിക്കുക, ആഫ്റ്റർ ഒരു എന്താ പറയാ, എന്താ പറയാ, പുട്ട് തിങ്സ് അസൈഡ്, എല്ലാം മാറ്റി വെക്കുക അല്ലെ, ഒന്നുകൂടെ ഫ്രണ്ട്ലി ആവുക, ഹാപ്പി ആവുക, ആ ഒരു അർത്ഥം കൂടെ നമുക്ക് എന്തെന്ന് പറയാം, thോ എന്ന വാക്കിനുണ്ട് കേട്ടോ. ഓർത്ത് വെച്ചണം, thോ എന്ന് പറയുന്നത് noun ആയിട്ടും നമ്മൾ ഉപയോഗിക്കും, അതേപോലെ verb ആയിട്ട് ഉപയോഗിക്കും. സിമിലർ ആയിട്ടുള്ള യൂസേജ് ആണ്, noun ആയിട്ടും verb ആയിട്ടും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ്. അപ്പൊ അതിന്റെ സിനോണിം എന്താണ്? മെൽറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അൺഫ്രീസ് ചെയ്യുക, ഡീഫ്രോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയും. എന്തിന്? തോയ്ക്ക് പറയാം, വേർബിന്റെ രീതിയിൽ കേട്ടോ. അപ്പൊ ആന്റണിയം ആയിട്ട് പറയുമ്പോൾ ഫ്രീസ് ചെയ്യുക, സോളിഡിഫൈ ചെയ്യാന്നൊക്കെ നമുക്ക് പറയാം തോടെ വേർബ് ആയിട്ട് പറയും. നമ്മൾ ആകുമ്പോൾ ഇപ്പൊ ഒരു ഫ്രണ്ട്ലി നേച്ചർ അതിനാണ് പറയുന്നത്, അത്രേ ഉള്ളൂ. അതിന് അഡ്ജക്റ്റീവ്, അതിന് ഓപ്പോസിറ്റ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് സെന്റൻസ് നോക്കാം, രണ്ടിന്റെയും noun ആയിട്ടും verb ആയിട്ടും അതിന്റെ സെന്റൻസ് നോക്കാം. The sun's warmth helped thaw the frozen river. അതേപോലെ നോക്കിയേ, the thaw in diplomatic relations allowed for constructive dialogue. The thaw in diplomatic relation, the ടെൻഷന് ശേഷമുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെ, ഇൻ ഡിപ്ലോമാറ്റിക് റിലേഷൻ, ആ ഒരു ടൈപ്പ്, ആ ഒരു അവസ്ഥ, ഫ്രണ്ട്ലി ആയിരിക്കുന്ന അവസ്ഥ ആഫ്റ്റർ ദ ടെൻഷൻ മെയ്ഡ് ഇൻ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ നടക്കുന്നതുകൊണ്ട് എന്ത് പറ്റി? കൺസ്ട്രക്റ്റീവ് ഡയലോഗിന് കാരണമായി. ഒരു കൺസ്ട്രക്റ്റീവ് ഡയലോഗ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ടേമിലല്ലേ, നമ്മുടെ ഒരു ഫോർമൽ ടേമിൽ ഡയലോഗ് ഇൻ ദ സെൻസ് ഡിസ്കഷൻ അല്ലേ, ഒരു ട്രീറ്റി, പാക്ട്, അഗ്രിമെന്റ്, അങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത് ഈ ടേമിൽ കേട്ടോ. നമ്മൾ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ഇതിലോ. ഓ, എൻ്റെ വീഡിയോ ഉണ്ട് കുറച്ച് നേരമായില്ലേ, അപ്പോൾ കുറിച്ചോ. അപ്പം ആ ഒരു കാര്യം തോ എന്ന് പറയുന്നു കേട്ടോ, ഓർത്ത് വെച്ചോണം. സെന്റൻസ് തൊട്ട് പോരട്ടെ.
പ്ലക്കേറ്റ് ചെയ്തിന്റെ അല്ലേ, തോടെ സിനിമയായിട്ട് പ്ലക്കേറ്റ് പറയാം, സമാധാനത്തിലാവുക എന്നൊക്കെ ഉള്ളത് പറയാം. കറക്റ്റാ. The parents of the girl filed a habeas corpus. സ്പെല്ലിംഗ് ഹേബിയസിന്റെ ഓർമ്മയുണ്ട്, HABIOUS ആ, OUS ഇല്ല, ഹേബിയസിന് HABIUS, habeas corpus writ against her lover. The court declared writ regarding the current property tax. All right. ഓക്കെ, സെന്റൻസസ് പോരട്ടെ കേട്ടോ, സെന്റൻസസ് പോരട്ടെ, പെട്ടെന്ന് ആവട്ടെ. അടുത്ത പെർവേസീവ് നേച്ചർ കേട്ടിട്ടില്ലേ? പെർവേസീവ് അഡ്ജക്റ്റീവ് ആണ് പെർവേസീവ്. പെർവേസീവ് മീൻസ് പെർവേസീവ്, അതിന്റെ അർത്ഥം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തേക്കാം, സ്പ്രെഡ് ത്രൂ ഔട്ട് ആൻഡ് പെർസീവ്ഡ് ഇൻ എവറി ആസ്പെക്ട് ഓർ എവറി പാർട്ട്. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത്, എല്ലായിടത്തും വികസിക്കുന്ന, എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്ത് പോകുന്ന, അതിനെയാണ് പെർവേസീവ് ആയിട്ടുള്ള എന്ന് പറയാം. എക്സിസ്റ്റിംഗ് ഓർ പ്രസന്റ് എവറിവെയർ, അതായിട്ട് പെർവേസീവിന് മറ്റൊരു വാക്ക് പറയാം, വൺ വേർഡ് ആയിട്ട്. പെർവേസീവ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഓർ പ്രസന്റ് എവറിവെയർ അർത്ഥം. അപ്പൊ സിനോണിം എന്താ? യുബിക്വിറ്റസ് അല്ലെങ്കിൽ വൈഡ് സ്പ്രെഡ്, പ്രവലന്റ് ആണെന്നുള്ളത് പറയില്ലേ, പ്രവലന്റ് യൂസേജ്. അതുപോലെ റാംപന്റ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് റാംപന്റ്. വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിൽ എല്ലായിടത്തും ഉള്ളത് റാംപന്റ് കേട്ടോ. അപ്പോൾ ആന്റണിം എന്താ? ലിമിറ്റഡ്, റെയർ, കൺഫൈൻഡ് അല്ലേ? അങ്ങനെ അധികം എടുത്തൊന്നും ഇല്ല, അത് ഭയങ്കര കൺഫൈൻഡ് ആണ്, ലിമിറ്റഡ് ആണ്, റെയർ ആണ് എന്നൊക്കെ നമുക്കെന്താ പറയാം, പെർവസിവിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. നോക്കുക, ദ പെർവസിവ് ഇൻഫ്ലുവൻസ് ഓഫ് ടെക്നോളജി ഈസ് എവിഡന്റ് ഇൻ എവറി ആസ്പെക്ട് ഓഫ് മോഡേൺ ലൈഫ് ആണല്ലേ, എല്ലായിടത്തും പരോക്ഷമായിട്ട് ഉണ്ടെന്ന് നമ്മൾ പറയില്ലേ, അതിനാണ് പെർവസിവ് എന്നുള്ള യൂസേജ് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് പെർവസിവ്. സെന്റൻസ് പോരുന്നില്ലല്ലോ, സെന്റൻസസ് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, വെറുതെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വിട്ടു, നിങ്ങൾ കേട്ടിരിക്കുകയാണോ? അതാണ് എനിക്ക് വൊക്കാബുലറി സെഷന്റെ എന്താ പറയുക, വൊക്കാബുലറി സെഷൻ ബോറടിക്കിച്ച് പോകുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് ബോറിംഗ് ആയിട്ട് തോന്നി. കാരണം വെച്ചാൽ നമ്മുടെ കൺഫ്യൂസിങ് വേർഡ്സ് ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ സെന്റൻസ് മേക്ക് ചെയ്യാതെ വരുമ്പോൾ എന്ത് വരും അറിയോ, നമുക്ക് വൊക്കാബുലറി സെഷൻ ഭയങ്കര ബോറായിട്ട് തോന്നും, ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും. വൊക്കാബുലറി ശരിക്കും ഭയങ്കര ഡ്രൈ കോൺസെപ്റ്റാണ്. അതിനെ സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ സെന്റൻസസ് ഫ്രെയിം ചെയ്യുക, ഡിസ്കഷൻസ് വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്ത് പോയാൽ മാത്രമേ വൊക്കാബുലറി സെഷൻ സെറ്റ് ആവുള്ളൂ. നിങ്ങൾ ഇങ്ങനെ സിനിമ കാണാൻ വന്നിരിക്കുന്ന പോലെ ഇരിക്കുവാണോ? ചുമ്മാ അല്ലേ ഓണാക്കി മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒക്കെ ഓണാക്കി വെച്ചിട്ട് ചുമ്മാ ഇരിക്കുവാണോ? അങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഈ പറയുന്ന പോലെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. അത് ഡ്രഗ് അബ്യൂസ് among adolescents have become a pervasive issue in the society, right? After all the so-called things that happen with me and him, we thought for each other, all right, we became friendly. Adverse effect of climate change is pervasive around. പെർവസീവ് അറൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഓൾ അറൗണ്ട് ദ ഗ്ലോബ് പറയില്ല. എങ്ങനെ ഇത് എങ്ങനെ വരുമെന്ന് അറിയോ? അഡ്വേഴ്സ് എഫക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് പെർവസീവ് ഇൻ റൗണ്ട് ദ ഗ്ലോബ് അല്ലെ. പെർവസീവ് റൗണ്ട് ദ ഗ്ലോബ് പറയാം, അല്ലെങ്കിൽ പെർവസീവ് എവ്രിവെയർ എന്ന് പറയാം, അല്ലെങ്കിൽ പെർവസീവ് ഓൾ അറൗണ്ട് പറയാം. അല്ലാതെ രണ്ടും കൂടി കൊടുക്കില്ല. ഒന്നെങ്കിൽ പെർവസീവ് ഓൾ അറൗണ്ട് അല്ലെങ്കിൽ പെർവസീവ് റൗണ്ട് ദ ഗ്ലോബ്. ദാറ്റ്സ് ഇറ്റ്. അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കുള്ളൂ. പെർവസീവ് കഴിഞ്ഞിട്ട് പിന്നെ അഡ്വേർബ് കൊടുത്താൽ മതി. അല്ലാതെ പിന്നെ നമ്മൾ അതിനെ പറ്റി രണ്ട് യൂസേജ് കൂടെ വരുമ്പോൾ ദാറ്റ്സ് റോങ് യൂസേജ്. ഇതാണ് ശ്രദ്ധിക്കണേ. ഓൾ അറൗണ്ട് ദ ഗ്ലോബ് ഇസ് ഫൈൻ. ഞാൻ ഇപ്പോഴത് കണ്ടേ, കറക്റ്റാണ്. ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്യാൻ വിട്ടു, അപ്പൊ അത് ഓക്കെ. അപ്പൊ ദാറ്റ്സ് ഇറ്റ്. അടുത്തോട്ട് പോലെ. അടുത്തത് ഷോവനിസ്റ്റ്. ഷോവനിസ്റ്റ് എന്ന വാക്ക് കേട്ടിട്ടില്ലേ? യു ആർ എ മെയിൽ ഷോവനിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലെ. ടൈപ്പോ മിസ്റ്റേക്ക് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. മുല്ലപ്പെരിയാർ ഡാം വാസ് പെർവസീവ് ഇഷ്യൂ. മുല്ലപ്പെരിയാർ ഡാം അല്ല, മുല്ലപ്പെരിയാർ ഇഷ്യൂ ഇസ് പെർവസീവ്, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഇസ് എ പെർവസീവ് ഇഷ്യൂ റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഓക്കെ. ദ പ്രീച്ചിങ്സ് ഓഫ് ദ മോങ്ക് ബിക്കെയിം പെർവസീവ്. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ അടുത്ത വാക്കിലോട്ട് പോകാലോ അല്ലെ, ഷോവനിസ്റ്റിലോട്ട് പോകാം. ഇവിടെ എത്തിയായിരുന്നു നമ്മള്. Chauvinist, yes. Chauvinist എന്ന് പറഞ്ഞാൽ a person displaying excessive or prejudiced loyalty or support for a particular group, cause or gender, often with a belief in the superiority of one's own group. ഈ പ്രത്യേകം ഷോവനിസ്റ്റുകളുടെ പ്രത്യേകം വെച്ചാൽ, ഷോവനിസ്റ്റ് വൺ വേർഡ് ചോദിച്ചാൽ ഓർത്താൽ മതി, പ്രജുഡിസ്ഡ് ലോയൽറ്റി ആണ്, അല്ലെങ്കിൽ പ്രജുഡിസ്ഡ് ആയിട്ട് ഒറ്റ വശത്തേക്കുള്ള വൺ സൈഡഡ് ആയിട്ടുള്ള, ലോപ്സൈഡഡ് ആയിട്ടുള്ള, ഇറ്റ്സ് വൺ സൈഡഡ് ഓർ ലോപ്സൈഡഡ് ആയിട്ടുള്ള ലോയൽറ്റി. ഞാൻ അതിനെ മാറ്റാം എന്നെ. വൺ സൈഡഡ് ലോയൽറ്റി അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ എന്താ പറയാ, വൺ സൈഡഡ് ലോയൽറ്റി അല്ലെങ്കിൽ വൺ സൈഡഡ് ആയിട്ട് സപ്പോർട്ട്.
ഇന്ന ഗ്രൂപ്പിനോടോ അല്ലെങ്കിൽ ഇന്ന ജെൻഡറിനോടോ ഇന്ന കോസിനോടോ, ഇന്ന പൊളിറ്റിക്കൽ കോസ് ആകാം, റിലീജിയസ് കോസ് ആകാം, നമ്മൾ എന്ത് കോസിനോടാണെങ്കിലും ഒരു വൺ സൈഡഡ് ആയിട്ട് അല്ലെങ്കിൽ ലോപ്പ് സൈഡഡ് ആയിട്ടുള്ള നമുക്കൊരു ഒരു ചായ്വുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഷോവനിസം എന്ന് പറയാം. ഷോവനിസം അത് ഇസം എന്ന് പറയുന്നത് കേട്ടോ. അതേ സമയത്ത് ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോവനിസം അത് എന്താ പറയാ, ഷോവനിസ്റ്റ് ഈ പറയുന്ന വൺ വേർഡ് വ്യക്തിയെ പറയുന്നതാണ്. ഷോവനിസ്റ്റ് ആണ്, ഹീസ് എ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞത്. എന്നാൽ ഷോവനിസം എന്ന് പറഞ്ഞ ഇസം എല്ലാ വാക്കുകളും ഓർത്ത് വെച്ചോളൂ, അത് നൗണാണ്. എല്ലാ ഇസംസും നമ്മുടെ ഫെമിനിസം, സോഷ്യലിസം, അങ്ങനെയുള്ള എല്ലാ ഇസംസും ഐഡിയോളജികൾക്ക് നമ്മൾ പറയുന്ന പേരാണ്. സോ റിമെമ്പർ ദാറ്റ്, അത് മറക്കല്ലേ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഷോവനിസം പറയാറുണ്ട് നമ്മൾ, മെയിൽ ഷോവനിസം എന്നൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള യൂസേജാ. അതേ സമയത്ത് ഷോവനിസ്റ്റ് എന്ന വ്യക്തിയെ വിളിക്കാറുണ്ട് നമ്മൾ. ചോദിച്ചിട്ടുണ്ട്, വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഇത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്, ഇത് ഓർത്ത് വെച്ചോളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡിസ്റ്റൻസിലോട്ട് പോലെ. അപ്പോൾ നമുക്ക് ശരി. ജിങ്കോയിസം എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ ഇതിനെ, മറ്റേ ഇതിനെ ഷോവനിസത്തിന്. ബൈഗോട്ട് എക്സ്ട്രീമിസ്റ്റ് എന്നൊക്കെ പറയാം. ഈ ഷോവനിസത്തിന്റെ സിനോണിംസ് ആയിട്ട് ജിങ്കോയിസം, അതുപോലെ തന്നെ ബൈഗോട്ടിസം ഇല്ല കേട്ടോ, ബൈഗോട്രി ആണേ. ബൈഗോട്രി എന്നാണ് വൺ വേർഡ് ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര്. എക്സ്ട്രീമിസം ഇസ് കറക്റ്റ് ആൻഡ് ജിങ്കോയിസം കറക്റ്റ് ആണ്. ബൈഗോട്രി ആണ്, ബൈഗോട്രി TRY. പിന്നെ ആന്റണിം ഇഗാലിറ്റേറിയൻ അല്ലെ, ഇഗാലിറ്റേറിയൻ ആണ്, അവനൊരു ഇഗാലിറ്റേറിയൻ, ഈക്വൽ ആയിട്ട്, ഇഗാലിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം എന്ന്, ഫെയർ മൈൻഡഡ്, അതാണ് ഇക്വാളിറ്റി. ഈക്വൽ അല്ല, ഈക്വൽ ഇസ് ഡിഫറെന്റ്. ഇഗാലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിൽ അതിനാണ് പറഞ്ഞത്. സോ ദാറ്റ് ഇസ് ഇഗാലിറ്റേറിയൻ. അതുപോലെ തന്നെ അൺബയസ്ഡ്, അതുപോലെ തന്നെ ഫെയർ മൈൻഡഡ് എന്നുള്ളത്. She is a chauvinist and that limited her ability to see the contributions of diverse perspectives. അല്ലെ, ഷോവനിസ്റ്റുകളും ആണുങ്ങളെ മാത്രമല്ല പെൺകുട്ടികളും പറയും കേട്ടോ. ഷോവനിസ്റ്റ് ആണെന്നെങ്കിൽ അതിന്റെ അർത്ഥം വെച്ചാൽ ഒരു കാര്യത്തിൽ മാത്രം ചായ്വുള്ളവരാണ്, ലോപ്പ് സൈഡഡ് ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അപ്പൊ എന്തുവരും, ദേ ഹാവ് എ ലിമിറ്റഡ് പെർസ്പെക്റ്റീവ്. അവരുടെ പെർസ്പെക്റ്റീവ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. സോ ദാറ്റ് ദേ കനോട്ട് സീ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി അതർ പീപ്പിൾ. ആ മറ്റുള്ളവരുടെ കോൺട്രിബ്യൂഷനെ കാണാൻ പറ്റില്ല, കണ്ണടച്ചു കളയും. ടു സീ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ്. ഷോവനിസ്റ്റുകൾ അങ്ങനെയാണ്. ദാറ്റ് ഈസ് ഷോവനിസ്റ്റ്. ഷോവനിസം മറക്കണ്ട, അതും വൺ വേർഡ് തന്നെ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ സെന്റൻസസിലോട്ട് പോകും. പിന്നെ അപ്രോപ്രിയേറ്റ് വേർഡ്സിലൊക്കെ പറയുമ്പോഴേക്കേ, റിലീജിയസ് എക്സ്ട്രീമിസത്തിന് നമ്മൾ പറയുന്നത് ഫെനാറ്റിസം അല്ലെങ്കിൽ ഫെനാറ്റിക് വ്യക്തിക്ക്, ബൈഗോട്രി അല്ലെങ്കിൽ ബൈഗോട്ട് എന്ന് പറയും. വ്യക്തിക്ക് ബൈഗോട്ട് എന്നും ബൈഗോട്രി എന്ന അവസ്ഥയ്ക്കും പറയും കേട്ടോ. റിലീജിയസ് എക്സ്ട്രീമിസത്തിന് അങ്ങനെയാണ് പറയുന്നത്, അത് മറക്കണ്ടേ. A theist believes in the ubiquitous existence of God. Great. Pervasive nature of social media is taking a toll on younger generation. Yes. In spite of the fact that the water body is more pervasive over the earth. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് കോമ ദാറ്റ് ഇല്ലെങ്കിൽ ഓക്കെ ആയിരുന്നു, സെന്റൻസ് കംപ്ലീറ്റ് ആവും. ദാറ്റ് വന്നാൽ എന്താ പ്രശ്നം എന്നറിയോ അരുണേ? ദാറ്റ് വന്നു കഴിഞ്ഞാൽ ആ ക്ലോസ് ആയിട്ട് അതിനെ കൂട്ടാം. നീ അതിനെ ക്ലോസ് ആക്കാതെ നിനക്ക് എന്ത് കൊടുക്കണം, അതിനെ ഒരു ഫ്രേസ് ആയിട്ട് നിർത്തുവാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് കോമ ദ വാട്ടർ ബോഡി ഈസ് മോർ പെർവേസീവ് ഓവർ ദ എർത്ത് എന്ന് പറഞ്ഞാൽ സെറ്റ്. ദാറ്റ് മാറ്റിക്കളാം, പിന്നെ കോമയുടെ അവർക്കണ്ട. റിലീജിയസ് ഷോവനിസം and extremism are the root cause of terrorism. All right. The male chauvinism is the firm was blatant and abusive. Oh, തെറ്റാണല്ലോ. In the firm was a blatant abuse. In the frame, അത് കറക്റ്റാ. പക്ഷെ അവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നു. The male chauvinism എന്ന് പറയില്ല. ഒരു ഐഡിയോളജിക്ക് the feminism, the socialism നമ്മൾ പറയുമോ? ഇല്ല, അങ്ങനെ പറയില്ല. അപ്പൊ നീ ഇതെന്തോ മാറ്റം എത്തണം, വെറും മെയിൽ ഷോവനിസം. തേർഡ് വിട്ടുകള ആർട്ടിക്കിൾ നമ്മളോട് കൊടുക്കട്ടെ. വെറും മെയിൽ ഷോവനിസം in the firm was blatant and abusive എന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ക കേട്ടോ, ശ്രദ്ധിച്ചു. There is a chauvinist group of humanity. ഇല്ല അനുപമ, ഷോവനിസം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിസം. അതിനെ നമ്മൾ ഒരിക്കലും പോസിറ്റീവ് ടേമിൽ പറയില്ല. ഹ്യൂമാനിറ്റി കാണിക്കുന്നവരെ ഷോവനിസ്റ്റുകൾ നമ്മൾ വിളിക്കില്ല.
റോങ് വേർഡ് ചോയ്സ്. അവിടെ റോങ് വേർഡ് ചോയ്സ് ആയി. വയനാട്ടിലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഹ്യൂമാനിറ്റി കാണിക്കുന്നവരെ നമ്മൾ ഷോവനിസ്റ്റുകൾ എന്ന് വിളിക്കരുത്. അത് തെറ്റാ. റോങ് വേർഡ് ചോയ്സ് ആണ്, ശ്രദ്ധിക്കേണ്ടത്. An egalitarian society is foreseen by the leaders who crave for harmony. That's great. അപ്പൊ അടുത്ത ഇതിലോട്ട് പോകാലോ. അപ്പൊ ഷോവനിസ്റ്റ് ഒക്കെ ഓക്കെ അല്ലേ? അടുത്തത് പ്രീഡോമിനൻസ്. പ്രീഡോമിനൻസ് കേട്ട് പരിചയമുണ്ടല്ലോ. നൗണ് പ്രീഡോമിനന്റ് അല്ലെ. ഇറ്റ് ഇസ് പ്രീഡോമിനന്റ് ഇൻ സൊസൈറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രീഡോമിനന്റ് ആണ് ആയിരിക്കുക എന്നുള്ള നമ്മൾ പറയില്ലേ. പ്രീഡോമിനന്റ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഉണ്ട് ഇന്ന് കുറെ ഇതുള്ളതുകൊണ്ട് എന്നെ കാണാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കും, എന്നാലും ഞാൻ തരാം. അപ്പൊ ബീങ് പ്രീഡോമിനന്റ് ഇത് അഡ്ജക്റ്റീവാ കേട്ടോ. പ്രീഡോമിനന്റ് എന്ന വാക്ക് അഡ്ജക്റ്റീവ്, പ്രീഡോമിനൻസ് നൗണ്. ഓക്കെ. ദ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ഓഫ് ബീങ് പ്രീഡോമിനന്റ് അല്ലെങ്കിൽ ഹാവിങ് സുപ്പീരിയോറിറ്റി ഓർ ഹാവിങ് ഇൻഫ്ലുവൻസ് ഓർ കൺട്രോൾ, അതിന് നമുക്ക് എന്ത് വിളിക്കാം? പ്രീഡോമിനൻസ് അല്ലെ. ഡോമിനിയറിംഗ് ആയിട്ടുള്ള ഡോമിനന്റ് ആയിട്ടുള്ള അവസ്ഥയ്ക്ക് എന്ന് പറയും. ആ ഡോമിനന്റ് ആയിട്ടുള്ള അവസ്ഥയ്ക്ക് ഡോമിനൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹാവിങ് സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ ഹാവിങ് ഇൻഫ്ലുവൻസ് ഓർ ഹാവിങ് കൺട്രോൾ, അതിനാണ് പ്രീഡോമിനൻസ് എന്ന് പറയാം. സിനോണിം എന്താ? ഡോമിനൻസ്, സുപ്പീരിയോറിറ്റി, പ്രീഎമിനൻസ് എന്നൊക്കെ നമുക്ക് സിനോണിംസ് ആയിട്ട് പറയാം. ആന്റണിം എന്താ? സബോർഡിനേഷൻ അല്ലെ, താഴത്തോട്ടുള്ള പോക്ക്. ഇൻഫീരിയോറിറ്റി, ഇൻസിഗ്നിഫിക്കൻസ് എന്നൊക്കെ പറയാം. എക്സാമ്പിൾ ഓഫ് ദ ടീംസ് പ്രീഡോമിനൻസ് ഇൻ ദ ലീഗ് വാസ് എവിഡന്റ് ഫ്രം ദെയർ കൺസിസ്റ്റന്റ് വിക്ടറീസ് അല്ലെ. അവരുടെ ഇൻഫ്ലുവൻസ്, ദർ സുപ്പീരിയോറിറ്റി, ഇത് പോസിറ്റീവ് സെൻസിൽ കേട്ടോ പറഞ്ഞേക്കുന്നത്. ദ ടീംസ് പ്രീഡോമിനൻസ് ഇൻ ദ ലീഗ്, ലീഗിൽ അവരുടെ സുപ്പീരിയോറിറ്റി വാസ് എവിഡന്റ് ഫ്രം ദെയർ കൺസിസ്റ്റന്റ് വിക്ടറീസ് എന്നൊക്കെ പറയും. Okay, so that is predominance. Sentences please. Some filmmakers are chauvinists, displaying their communities in most of their films. Yes. Chauvinist is a person with limited mind and exact opposition of universal knowledge. Yes, they are. The predominance of nepotism is burgeoning in the Malayalam film industry. സെറ്റ് അല്ലേ. ഈ ഇടയ്ക്ക് നെപ്പോട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ എന്നല്ലേ, നെപ്പോ കിഡ്സേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ. ദ പ്രീഡോമിനൻസ് ഓഫ് ദ പ്രീഡോമിനന്റ് പ്രൊട്ടക്ടർ ഓഫ് അവർ റൈറ്റ്സ് ഇസ് ദ സുപ്രീം കോർട്ട്. യെസ്, സുപ്രീം കോർട്ടാണ് നമ്മുടെ എല്ലാം. സോ മൂവിങ് ഓൺ. അടുത്തത് വിറ്റിയേറ്റിയ. വിറ്റിയേറ്റിയ കേട്ടിട്ട് പരിചയമുള്ള വാക്കാണ് വിറ്റിയേറ്റ്. നമ്മൾ സിനോണിംസ് ഒക്കെ ആയിട്ട് ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് വിറ്റിയേറ്റിയ. സോ വിറ്റിയേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം സ്പോയിലിയ, ഇമ്പയർ ചെയ്യുക, കറപ്റ്റ് ചെയ്യുക, ദ ക്വാളിറ്റി ഓർ എഫിക്കസി ഓഫ് സംതിങ്, എന്തൊരു കാര്യത്തിനെ നശിപ്പിക്കുക, ഒരു കാര്യത്തിന്റെ ക്വാളിറ്റി നശിപ്പിച്ച് കളയുക, അതിന്റെ എഫിക്കസി ഇല്ലാണ്ടാക്കുക, അതിനെയാണ് നമ്മൾ എന്താ പറയുക വിറ്റിയേറ്റ്. അപ്പൊ അതിന്റെ സിനോണിമായിട്ട് സ്പോയിൽ, ഇമ്പയർ, കറപ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയാം. ടെയിൻറ്റ്, അണ്ടർമൈൻ ചെയ്യുക, സ്പോയിൽ ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക എന്നൊക്കെ പറയാം. ആന്റണിം എന്താ? എൻഹാൻസ് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, റീഇൻഫോഴ്സ് ചെയ്യുക എന്നൊക്കെ പറയാം. Okay, so sentences നോക്കിയേ. The addition of impurities will vitiate the quality of water. The water അല്ലെ. Addition of impurities will vitiate, spoil the quality, impair the quality of water or corrupt or അല്ലെ. ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞ സെന്റൻസ് പോവേ, നിങ്ങൾ പറഞ്ഞു പറഞ്ഞ സെന്റൻസിലോട്ട് വരണേ. ഞാൻ പറഞ്ഞു പറഞ്ഞ വേർഡ്സ് പോവും, സെന്റൻസ് പറയും, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വേർഡ്സ് സെന്റൻസസ് വരിക. അല്ലാതെ അവിടെ ഇത് വരല്ലേ, നമ്മൾ പെട്ടെന്ന് പറയുന്നു, പെട്ടെന്ന് പറഞ്ഞു വിടുന്നു. ഉഷാറായിട്ട് പോട്ടെ. അടുത്താണ് അഡ്മോണിഷ് ചെയ്യുക. അഡ്മോണിഷ് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ വീഡിയോ ഓഫാക്കാം. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിട്ടപ്പോൾ യൂട്യൂബ് പോട്ടെ ടെലിഗ്രാം ചാനലിൽ ക്വസ്റ്റ്യൻസ് ഇട്ട സമയത്ത് ഞാൻ ഇതിട്ടൊരു ചോദ്യമാണ് വിറ്റിയേറ്റ് പോട്ടെ അഡ്മോണിഷ്. സോ അഡ്മോണിഷ് ചെയ്യുക എന്ന് പറയുന്നത് കോമൺ ആയിട്ട് SSC എക്സാമുകൾക്ക് അതുപോലെ നമ്മുടെ PSC എക്സാമിനൊക്കെ ചോദിച്ചപ്പെട്ടിട്ടുള്ള ഒരു വേർഡാണ്. അഡ്മോണിഷ് എന്നുള്ള വാക്കിന്റെ സിനോണിം ചോദിച്ചിട്ടുണ്ട്, അഡ്മോണിഷ് എന്ന വാക്കിന്റെ ആന്റണിം ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയേണ്ട കാര്യം എന്താണെന്നറിയോ? നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും വരുന്ന ഒരു ഇതിനെയാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്തായിരിക്കും? സിനോണിമോ ആന്റണിമോ ആയിരിക്കും. കൂടുതലായിട്ട് ചോദിക്കപ്പെടുന്ന വേർഡ്സ് ആണെങ്കിൽ ഉറപ്പായിട്ട് പഠിച്ചു വെക്കോളൂ. അതിന് റിപ്പറ്റേഷൻ ഭയങ്കരമായിട്ട് വരാറുണ്ട്. കോമ്പറ്റീവ് എക്സാമുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത റിപ്പറ്റേഷൻ വരാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ PYQനും അതുപോലെയുള്ള പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ്, ഈ ഇടയ്ക്ക് വരുന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ നിങ്ങൾ നോക്കുമ്പോൾ ഹൈക്കോടതിയിലെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല കേട്ടോ, ആന്റണിംസും ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നതിന് ഒരിക്കലും നമ്മൾ ഇതായിട്ട് മാത്രമല്ല ചോദിക്കുക. ഇന്നത് മാത്രമേ ചോദിക്കുള്ളൂ എന്നൊരു നിർബന്ധമൊന്നുമില്ലേ. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ചിലപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും,
ഈ കഴിഞ്ഞ ഇതിൽ വന്നതായിരിക്കും, അങ്ങനെയുള്ള ഒരു നോക്കും. അങ്ങനെയല്ല, നമ്മൾ എല്ലാ തവണയും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊക്കെ എക്സാമുകൾ ഇപ്പം നടന്നോ ഈ ഇടയ്ക്ക് നടക്കുന്നുണ്ടോ അതെല്ലാത്തിലും ചോദിക്കുന്ന സിനോണിംസ് ആന്റണിംസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പോക്കണം. നമുക്കറിയത്തില്ലല്ലോ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാമെന്നുള്ളത്. ഒരു ഉറപ്പും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഇന്നത് ചോദിക്കാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് വൊക്കാബുലറിയിൽ നമുക്ക് ഇന്നതേ ചോദിക്കാൻ പറ്റുള്ളൂ എന്നൊരു നിയമമൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഇഷ്ടമുള്ള വൊക്കാബുലറി മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, ബാക്കിയൊന്നും ഇതിൽ കൊടുത്തിട്ട് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാം, ചിലപ്പോൾ അവർക്ക് പുതിയ രീതിയിൽ ചോദ്യം ചോദിക്കാം. അപ്പോൾ അതെല്ലാം അപ് ടു ദെയർ ഇതാണ് കേട്ടോ, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ചോദിക്കുന്നുള്ളൂ. നമ്മളായിട്ട് നമുക്ക് പഠിക്കാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പരമാവധി നിങ്ങൾ എന്ത് ചെയ്യാം, ടൈം കിട്ടുമ്പോൾ റിവൈസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്ത് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറക്കരുത്. നമുക്ക് എളുപ്പമാണ് തെറ്റ് പറ്റാനും അതുപോലെ തന്നെ ഇതാകാതിരിക്കാനും. അപ്പം മേക്ക് ഷുവർ ദാറ്റ് യു ഡു ഇറ്റ് പ്രോപ്പർലി. ഓക്കെ, സോ അഡ്മോണിഷ്. തിരിച്ചു വരാം. അഡ്മോണിഷ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യാന്നോ അല്ലെങ്കിൽ സ്കോൾഡ് ചെയ്യാന്നോ റിപ്രമാൻഡ് ചെയ്യാന്നൊക്കെ പറയാം. റിപ്രോച്ച് ചെയ്യുക, ചസ്റ്റൈസ് ചെയ്യുക, റിബ്യൂക്ക് ചെയ്യുക, അതൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ള വാക്കാണ്. അതായത് ഒരാളെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അല്ലെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് വഴക്ക് പറയുക, സ്കോൾഡ് ചെയ്യുക എന്നുള്ള, റിപ്രമാൻഡ് ചെയ്യുക. ക്രിട്ടിസൈസ് വളരെ ഫേമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് അഡ്മോണിഷ് എന്നാണ് പറയാം. റിപ്രമാൻഡ്, സ്കോൾഡ് സിനോണിമാണ്. അതുപോലെ റിപ്രോച്ച് ചെയ്യുക, ചാസ്റ്റൈസ് ചെയ്യുക, റിബ്യൂക്ക് ഒക്കെ സിനോണിംസ് ആണ്. ആന്റണിമിൽ പെടുന്നതാണ് പ്രൈസ്, കമന്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, അക്ലെയിം ചെയ്യുക ഒക്കെ പറയാം. കോംപ്ലിമെന്റ് ചെയ്യുക അതൊക്കെ പറയും. പിന്നെ സൈറ്റ് ചെയ്യുക അതൊക്കെ ഇല്ലേ, ഇതെല്ലാം അതിൻ്റെ ഇതാണ്. ആന്റണിമിൽ പെടുന്നതാണ് സൈറ്റ് ചെയ്യുക. CIT, സൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. അക്ലെയിം ചെയ്യുക, അതും പ്രശംസിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്ലോഡ് ചെയ്യുക അല്ലേ, ഉണ്ടല്ലോ, അതൊക്കെ ഉള്ളതാണ്. Okay, the teacher admonished the student for constantly interrupting the class and reminded him of the importance of respecting others' turns to speak. സ്കോൾഡ് ചെയ്തു അല്ലേ, ഫേമായിട്ട് സ്കോൾഡ് ചെയ്തു. അഡ്മോണിഷ് നമ്മളൊരു ഇതിൽ പറയില്ല കേട്ടോ. അഡ്മോണിഷ്, ലെറ്റ് മീ ടെൽ യു ദാറ്റ് അഡ്മോണിഷ് നമ്മളൊരു കാഷ്വൽ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല. ഇറ്റ്സ് എ ഫോമൽ വേർഡ്, ലിറ്ററലി ഫോമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. സ്കോൾഡ് ചെയ്യുക കുറച്ചുകൂടി ഇൻഫോർമൽ വേർഡാണ്. ചാസ്റ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ അഡ്മോണിഷ് എന്നൊക്കെ ഉള്ള വാക്ക് നമ്മൾ അങ്ങനെ വെറുതെ സംസാരത്തിൽ ഉപയോഗിക്കാറില്ല. അവ കുറച്ചുകൂടെ ഫോമൽ ആയിട്ടുള്ള ടേമിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ചാസ്റ്റൈസ്, അഡ്മോണിഷ് എന്നൊക്കെ വാക്കുകളൊക്കെ. നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ അതിൽ ക്ലാരിറ്റി കിട്ടി കാണുമല്ലോ. യാ, the sentence okay. His malignant rhetoric vitiated the thoughts of common people. Great. The predominance given to politicians in road traffic is quite embarrassing. In friend circle, he show a predominance. He show അല്ല അരുണെ, he showed അല്ലെങ്കിൽ he shows കൊടുക്കാം, അതിലും കോമ ഇട്ട് കൊടുക്കാം. കോമ ഇട്ട് കൊടുക്കാം. ഇൻ ഫ്രണ്ട് സർക്കിൾ എന്നുള്ള ആദ്യം ഇടുവാണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന് കൊടുക്കുക he shows predominance in friend circle. മനസ്സിലായി? കോമ ഇട്ടില്ലെങ്കിൽ ആ സെന്റൻസിലെ ലാസ്റ്റ് കൊണ്ട് ഇൻ ഫ്രണ്ട് സർക്കിൾ എന്ന് കൊടുക്കണം. പിന്നെ ഹി സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഷോ കൊടുക്കരുത്, ഷോസോ അല്ലെങ്കിൽ ഷോഡ് എന്ന പാസ്റ്റ് ടെൻസ് കൊടുത്താൽ ഓക്കെ. എവിടെ എത്തി? Various religious institutions are vitiated for the sake of avaricious political parties. Yes. The teacher admonished the student for his misdemeanor. That's great. His trivial behavior made his parents admonish him. That's great. The court admonished the court admonished the counsel of opposition for tampering the evidence. All right. Parents admonished the child for his silly misbehavior. All right. അടുത്തത് prance, verb ആണ് prance. Move with high spirits or lively steps, especially in a playful or proud manner. വളരെ കളിയാക്കുന്ന രീതിയിലുള്ള പ്ലേഫുൾ, കളിയാക്കുന്നല്ല, നമുക്കൊരു രസം അല്ലെ, കളി എന്ന രീതിയിൽ വളരെ പ്ലേഫുൾ മാനറിൽ അല്ലെ വളരെ പ്രൗഡ് മാനറിൽ നമ്മൾ എന്താ ലൈവ്ലി സ്റ്റെപ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉള്ള ഡാൻസിങ് മൂവ്മെന്റ്, അതിനാണ് പ്രാൻസ് ചെയ്യാന്ന് പറയാം.
സോ അതായത് നമ്മൾ തുള്ളൂല്ല, നമുക്കൊരു എനിക്കറിയാം ഓരോ നാട്ടിലും തുള്ളുന്നതിന് വേറെ അർത്ഥമാണ്. ചാടുക, തുള്ളുക എന്നുള്ളത് പല മീനിങ് പറയും. അതായത് നമ്മളൊന്ന് സന്തോഷം കൊണ്ടൊക്കെ നമുക്കല്ലേ ഒരു പ്രൗഡ് മൂവ്മെന്റ് ഒക്കെ വരുമ്പോൾ ഒരുമാതിരി നമ്മളൊക്കെ ഒരു ചാട്ടവും അങ്ങനത്തെ ഒരു അല്ലേ നമ്മുടെ ബോഡി മൂവ്മെന്റ് നമ്മളിടും. ആ സാധനത്തിന് പ്രാൻസ് ചെയ്യാൻ പറയാം. സോ ഡാൻസ് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക എന്നൊക്കെ നമുക്ക് അതിന് എന്ത് പറയാം, synonym ആയിട്ട് പറയാം. സോ ആന്റണിം ഇസ് stumble, trudge, plod അല്ലെ lumber. സോറി, ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് മാറ്റാവേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, stumble, തട്ടി ഇതാവുന്ന വീഴുന്ന അവസ്ഥ. ട്രഡ്ജ് ചെയ്യാം, പ്ലോഡ് ചെയ്യാം, ലമർ ചെയ്യാം എന്നൊക്കെ നമുക്ക് എന്ത് പറയാം, പ്രാൻസിന്റെ സിനോണിംസ് സോറി ആന്റണിംസ് ആയിട്ട് പറയാം. നോക്കാം, എവിടെ എത്തി ഞാൻ അതില്, സെക്കൻഡ്. The little girl couldn't contain her excitement and began to prance around the room, twirling and leaping with joy. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രാൻസ് എന്ന് പറയുന്ന വാക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയാറില്ല നോർമലി. പക്ഷെ ഈ ബുക്കൊക്കെ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നെറേഷനൊക്കെ നടത്തുന്ന സമയത്ത് പറയുന്ന ഒരു ഉപയോഗമാട്ടോ പ്രാൻസ് ചെയ്യാന്ന് പറയാം. പ്രാൻസ് ചെയ്യാന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ്. ഈ ടേമിൽ ഓർത്ത് വെച്ചോളൂ. നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ എന്തിനു പറയുന്ന വെച്ചാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥത്തിലാണ് പ്രാൻസ് ചെയ്യാന്നുള്ളത് ഉദ്ദേശിക്കുക കേട്ടോ. പ്രാൻസ് എന്നുള്ള വാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ഈ ഒരു കോമൺ ടേമിലാണ് എന്ന് മനസ്സിലുണ്ടായിരിക്കണേ. അപ്പൊ സെന്റൻസസ് പോരട്ടെ, എവിടെ വരെ വായിച്ചു നമ്മള്, സെന്റൻസ് പോരട്ടെ കേട്ടോ. In a group there is always a person vitiate the quality അല്ലല്ല, in a group there is always a person vitiating the quality of good ones. ആ good onesൽ അപ്പസ്ട്രോഫി വേണ്ട, പിന്നെ vitiate എന്ന് കൊടുക്കരുത്. in a group there is always a person who vitiates ആണെങ്കിൽ ഓക്കെ, മനസ്സിലായോ അരുണെ? in a group there is always a person who vitiates the quality of good ones. ആ വൺസിൽ അപ്പസ്ട്രോഫി എസ് കൊടുക്കില്ല, വെറും അപ്പസ്ട്രോഫി ഇല്ലാതെ എസ്. in a group there is always a person who vitiates the quality of good ones. അപ്പസ്ട്രോഫി ഇല്ലാത്ത വൺസ് അപ്പസ്ട്രോഫി ഇടുന്നു, ഒരാളുടെ എന്ന് പറയുന്ന വൺസ് അപ്പസ്ട്രോഫി എസ് കൊടുക്കുക, വ്യത്യാസമുണ്ടേ. അതേ സമയത്ത് വൺ എന്ന് പറയുന്ന പ്രോനൗൺ ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന വൺ എന്ന പ്രോനൗണ്, ഞാനത് പറഞ്ഞുതരാം. നമ്മൾ വൺ എന്ന് പറയുന്നത് ഇതൊരു പ്രോനൗണാണ് അല്ലേ, ഈ ഇതിന്റെ പ്ലൂറലാണ് വൺസ്, പ്ലൂറൽ യൂസേജ്. എന്നാൽ അതേ സമയത്ത് നമ്മൾ അതിനെ അപ്പസ്ട്രോഫി എസ് ഇട്ടിടുമ്പോൾ ഉണ്ടല്ലോ, ഇതാണ് അതിന്റെ പൊസഷനായി മാറുന്നത്, അതിന്റെ പൊസസീവ്സ് ആയി. അതിന് പൊസസീവ്സ് ആയിട്ടല്ല നീ ഉദ്ദേശിച്ചത്, ഗുഡ് വൺസ്, ദേ ആർ ദ ഗുഡ് വൺസ്, ദേ ആർ ദ ഗുഡ് വൺസ്, അവരാണ് കുറച്ച് നല്ല ആൾക്കാർ എന്ന് പറയില്ലേ, ആ വൺസ് പ്ലൂറൽ ആയിട്ട് വരിക. അപ്പൊ ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. വണ്ണിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ്, ഒന്ന് പ്ലൂറൽ ഫോം, ഒന്ന് പോസിറ്റീവ് ഫോം. അപ്പൊ അതിന് വ്യത്യാസം ഉണ്ടേ, ഒന്ന് നോട്ട് ചെയ്തോണേ. പിന്നെ in a group there is always a person who vitiates ആണല്ലോ കറക്റ്റ്, അല്ലെങ്കിൽ there is always a person vitiating എന്ന് പറഞ്ഞ് അതിന് പാർട്ടിസിപ്പൽ ഫോമിൽ കൊടുത്താൽ സെറ്റാ. She prance a bit whenever she eats her favorite food. She prance a bit അല്ല, she prances, തുള്ളിച്ചാട. She prances a bit whenever she eats her favorite food. Prances കൊടുത്താൽ ഓക്കെ.
കാരണം പ്രസന്റ് ടെൻസ് ആണ്. വെന്നെവർ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക എപ്പോഴൊക്കെ അവൾ ഫേവറേറ്റ് ഫുഡ് കഴിച്ചാലും അപ്പോൾ പ്രസന്റ് ടെൻസ് തന്നെ കൊടുക്കണ്ടേ. നിത്ത ഷീ സിംഗുലർ അപ്പോൾ വെർബ് സിംഗുലർ തന്നെ കൊടുക്കണ്ടേ, ഫ്രാൻസിസ് കൊടുക്കും കേട്ടോ. ഫെസ്റ്റിവിറ്റീസ് ആർ ദ ഒക്കേഷൻസ്. ഒക്കേഷന്റെ സ്പെല്ലിംഗ് OCCASION കേട്ടോ. SION ഉള്ളൂ, അവിടെ SS ഇല്ല. പിന്നെ ഓവിഡ് ഇട്ടുകൊണ്ട് കേട്ടോ. ദ യൂത്ത് പ്രാൻസ് ഇൻ ദ ലൈറ്റ്. ഓക്കെ. The Indian cricket team pranced during the award ceremony of World Cup 2024. All right. People did good to the worst person is always admonished by them. People did good. Alla. People do good to the worst. അങ്ങനെ കൊടുക്കുക. ഡിഡ് എന്നൊരു പാസ്റ്റ് ടെൻസിലോട്ട് ആക്കിയാൽ പിന്നെ വീണ്ടും രണ്ടും കൂടെ പാസ്റ്റും പ്രസന്റും കൂടെ കുഴഞ്ഞു കിടക്കാൻ പാടില്ല. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് പ്രസന്റ് ടെൻസ് തന്നെ കൊടുക്കാം കേട്ടോ. വരണേ പീപ്പിൾ ഡു ഗുഡ് ടു ദ വേഴ്സ്റ്റ് പേഴ്സൺ ഈസ് ഓൾവേസ് അഡ്മോണിഷ്ഡ് ബൈ ദം എന്ന് പറഞ്ഞു. ഓക്കെ, മനസ്സിലായോ? പ്രസന്റ് ടെൻസ് തന്നെ കൊടുക്കുക. He pranced around the town square with his friends. Great. After achieving his dream, he pranced around the room. All right, that's great. Prance set. അടുത്തോട്ട് പോകാലോ. സെന്റൻസസ് മേക്ക് ചെയ്യൂട്ടോ. അടുത്ത എറൻഡ്. എറൻഡ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എറൻഡ്. അർത്ഥം ബിഹേവിംഗ് ബാഡ്ലി ഇൻ സം വേ, എസ്പെഷ്യലി ബൈ ഡിസൊബേയിങ് യുവർ പേരൻസ് ഓർ ലീവിംഗ് ഹോം. നോട്ട് ബിഹേവിംഗ് ഇൻ ആൻ അക്സെപ്റ്റബിൾ വേ, അത് നമുക്ക് എന്ന് പറയാം എറൻഡ് എന്ന് പറയാം. എറൻഡ് ആയിട്ടുള്ള ഒരു മാനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക. എസ്പെഷ്യലി നമ്മൾ വാതിലൊക്കെ സ്ലാം ചെയ്ത് പോകുന്നൊരു വരില്ലേ, ആ സംഘത്തിനാണ് എറൻറ്റ് എന്ന് പറയാം. അത് നമുക്ക് ദേഷ്യം വന്നിട്ട് നമ്മൾ ഡിസൊബേ ചെയ്ത് നമ്മൾ വാതിലൊക്കെ കഥയൊക്കെ കൊട്ടി അടയ്ക്കുക, വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക അവസ്ഥയ്ക്ക്. ഓർ ഇനി അൺഅക്സെപ്റ്റബിൾ വേയിൽ, അത് അൺഅക്സെപ്റ്റബിൾ വേയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എറൻറ്റ് എന്ന് വിളിക്കാം കേട്ടോ. സോ സിനോണിം ഈസ് വാണ്ടറിങ് അല്ലെങ്കിൽ വൈവാർഡ്, സ്ട്രേ അല്ലെ, അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് എറൻറ്റ് എന്ന് പറയും. സോ എന്താണ് ആന്റണിം? ഒബീഡിയന്റ്, ഡിറക്റ്റഡ്, ഫോക്കസ്ഡ് എന്നൊക്കെ നമുക്ക് എറൻറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആന്റണിമായിട്ട് പറയാം. ദ എറൻറ്റ് ഗോൾഫ് ബോൾ ഫ്ലൂ ഓഫ് കോഴ്സ് ആൻഡ് ലാൻഡഡ് ഇൻ ദ നെയ്ബറിംഗ് ഫെയർവേ. അവിടെ എറൻറ്റ് മനസ്സിലായി, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, എവിടേക്കൊക്കെ ഒഴുകി നടക്കുന്നത്. എറൻറ്റിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ സ്വഭാവമൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. മറ്റേ എന്താ പറയാ, വളരെ മിസ്ബിഹേവിങ് ആയിട്ടുള്ള രീതിയിലുള്ള എന്നൊക്കെ യൂസേജ് വരുന്നത്. അതിന് നമുക്ക് അല്ലാതെ കോണ്ടെക്സ്ച്വലി അല്ലാതെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. നോട്ട് ചെയ്തോണം കേട്ടോ, നടക്കണ്ടത്. സെന്റൻസസ് പോരട്ടെ, നോക്കട്ടെ എവിടെ എത്തി നമ്മള്. ദ ഡിഫൈൻ കിഡ്. വേറെ ആരും അപ്പം എനിക്ക് സെൻറ്റൻസ് വരാത്ത തന്നെയല്ലേ, ഞാൻ വിചാരിച്ചു നിങ്ങൾ പറഞ്ഞ എനിക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കും. ഞാൻ പിന്നെ ഡൗട്ട് അടിച്ചു, ഇനി ഞാൻ നോക്കാത്തതുകൊണ്ട് എനിക്ക് കിട്ടാത്തതാണോ എന്നുള്ളത്. അല്ല, നിങ്ങളായിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. The defiant kid was considered errant by the society. All right. The employee was dismissed for his errant behavior. All right. The cold breeze in Siberian mountain made her prance out from the bus. All right.
The errand dogs always make trouble for the passengers. Okay, fine. വേറൊരു വാക്കുകൂടെ ഉണ്ട് കേട്ടോ. നമ്മളെ ഐ എം റണ്ണിങ് സം എറൻഡ്സ് അല്ലേ, ആ അർത്ഥം കൂടെ ഉണ്ട്. അത് വേറൊരു അർത്ഥമാണ്. നമുക്ക് അതുകൂടെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കൺഫ്യൂസിങ് വേർഡ്സിലൊക്കെ വരുന്നതാണ്. അതിനുള്ളിൽ ഞാനൊന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ ഒരു വാക്ക്, ഐ എം റണ്ണിങ് സം എറൻഡ്സ് അല്ലേ. എറണ്ട് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം കൂടെ ഉണ്ട്. എറണ്ട് ഉണ്ട്. ഈ എറണ്ട് ഓർത്ത് വെച്ചോണേ. ERRAND. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും വേറെ എറണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളൂ. അത് എറണ്ട്, ഇത് എറണ്ട്. ദാറ്റ്സ് എ നൗൺ. എറണ്ട് അർത്ഥം എന്നാണെന്നറിയാമോ? നമ്മൾ പറയില്ലേ, നമ്മളൊരു നമുക്കിപ്പോൾ ഷോർട്ട് ജേർണി എന്തിനു വേണ്ട, നമ്മൾ ഡെയിലി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും സാധനം മേടിക്കാനോ എന്തെങ്കിലും കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെലിവറി ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഷോർട്ട് ജേർണി, അതാണ് പറയുന്നത്. ഷോർട്ട് ജേർണി സംതിങ്. നമുക്ക് വേണ്ടി തന്നെ ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി. ഫോർ അതേഴ്സ് ആണെങ്കിലും അതിന് നമ്മൾ എന്ത് പറയും? എറൻഡ്സ് പറയാം. അത് നീ എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്തു തരാമോ. അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ഐ എം റണ്ണിങ് സം എറൻഡ്സ്, നമ്മൾ അതിന് റൺ സം എറൻഡ്സ് എന്നാ പറയാം കേട്ടോ. റൺ ചെയ്യാന്ന് പറയാം അതിന്. സോ അതിന് സിനോണിമായിട്ട് നമുക്ക് പറയാം. സിനോണിംസ് ആയിട്ട് പറയാം ടാസ്ക്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ജോബ്. ഐ ഹാവ് സം എറൻഡ്സ്, ചോഴ്സ്, അതൊക്കെ ഇതിൻ്റെ സിനോണിമായിട്ട് നമ്മൾ പറയാം എറൻഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത് എറൻഡ്. അടുത്തത് സ്കാവഞ്ചിങ്. സ്കാവഞ്ചിങ് കേട്ടുണ്ടോ വാക്ക്? സ്കാവഞ്ചിങ് കോമൺ വാക്കാണ്. സ്കാവഞ്ചിങ്. സ്കാവഞ്ചേഴ്സ് കേട്ടിട്ടല്ലേ? സ്കാവഞ്ചേഴ്സ്. അപ്പൊ സ്കാവഞ്ചിങ് നമുക്കത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഓഫ് ആക്കാം. സ്കാവഞ്ചിങ് മീൻസ് ആക്ട് ഓഫ് സെർച്ചിങ് ഫോർ ഓർ കളക്ടിങ് ഡിസ്കാർഡഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ ഐറ്റംസ്, എസ്പെഷ്യലി ഫുഡ് ഓർ മെറ്റീരിയൽസ്, ഇൻ ഓർഡർ ടു സർവൈവ് ഓർ യൂട്ടിലൈസ് ദം. നമ്മൾ സർവൈവ് ചെയ്യാനോ യൂട്ടിലൈസ്, ഒരു കാര്യം കുറച്ച് കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനോ അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഉപയോഗിക്കുന്നു. അതിനാണ് സ്കാവഞ്ചേഴ്സ്. അവർ അങ്ങനെയുള്ളവരാണ് സ്കാവഞ്ചേഴ്സ് എന്ന് പറയാം അല്ലേ. നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതിനെ നമ്മൾ സ്കാവഞ്ചേഴ്സ് എന്ന് പറയും. സ്കാവഞ്ചിങ് എന്നുള്ളത് ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരുമാണ്. ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ സ്കാവഞ്ചേഴ്സ് ചെയ്യുന്ന ആൾക്കാരെ സ്കാവഞ്ചേഴ്സ് എന്നും, ആ അവസ്ഥയ്ക്ക് നമ്മൾ സ്കാവഞ്ചിങ് എന്നല്ലേ, സ്കാവഞ്ച് ചെയ്യുക എന്നൊക്കെ പറയും. യൂസേജ് മറക്കണ്ടേ. അപ്പോൾ എന്താ, അതിന് നമുക്ക് സിനിമൈസ് ആയിട്ട് എന്ത് പറയാം? ഫൊറേജിങ്, റമേജിങ് എന്നൊക്കെ പറയാം ആ അവസ്ഥയ്ക്ക്. ആന്റണിം ഇതാണ്, വേസ്റ്റിംഗ് അല്ലെങ്കിൽ ഡിസ്കാർഡിങ്. ഒരു നമുക്ക് മറ്റുള്ളൊരു ഡിസ്പോസ് ചെയ്ത കാര്യങ്ങൾ, ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഫുഡ് ആയിക്കോളാം അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്തോ ആയിക്കോട്ടെ, അതിനെയാണ് സ്കാവഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്, സ്കാവഞ്ചിങ് കേട്ടോ. നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഇതാണ്. സം ആനിമൽസ് ആർ സ്കിൽഡ് അറ്റ് സ്കാവഞ്ചിങ് ഫോർ എഡിബിൾ പ്ലാന്റ്സ് ആൻഡ് ഇൻസെക്ട്സ് ഇൻ ദെയർ എൻവയൺമെന്റ്. സ്കാവഞ്ചിങ് പരിചയമുള്ള വാക്കായിരിക്കും സ്കാവഞ്ചിങ്. ഓർത്തോ, സ്കാവഞ്ച് ചെയ്യാം. സ്കാവഞ്ചേഴ്സ് നൗൺ ആയിട്ട് വ്യക്തികൾക്കോ ഓർ ആനിമൽസിനൊക്കെ നമ്മൾ സ്കാവഞ്ചേഴ്സ് പറയാറുണ്ട് കേട്ടോ. So some animals are example. Some animals are skilled at scavenging for edible plants and insects in their environment. Okay. അത് തന്നെ, വൾച്ചേഴ്സിനൊക്കെ സ്കാവഞ്ചേഴ്സ് എന്ന് പറയും. യെസ്. എവിടം വരെ എത്തി നമ്മൾ? എറണ്ട് ഡോഗ്സ് വരെ പറഞ്ഞു. An errant stray of hair escaped from her neatly kept bun. That's great. എഴുത്തുകാരിയെ പോലെ ഉണ്ട്. പാർവതി സെൻസ് ഇതുപോലെ എഴുത്തുകാരി എഴുതിയ പോലെ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ. Errant behavior of the children make parents, make അല്ല കേട്ടോ, മേക്സ്. കാരണം ബിഹേവിയർ അവിടുത്തെ സബ്ജക്റ്റ് അനുപമ. എറണ്ട് ബിഹേവിയർ അവിടുത്തെ ബിഹേവിയർ ആ സബ്ജക്റ്റ്. അപ്പം മേക്സ് പേരൻസ് ഡിസപ്പോയിന്റഡ് അല്ല, ഡിസപ്പോയിന്റഡ് വരാം. കാരണം അത് ഡിസപ്പോയിന്റഡ് എന്ന അഡ്ജക്റ്റീവ് അല്ലേ. പക്ഷെ അഡ്ജക്റ്റീവ് വെർബും കൂടി ആയതുകൊണ്ട് ഡിസപ്പോയിന്റഡ് ഇട്ടാൽ തെറ്റ് പറ്റും. വെർബായിട്ട് അഡ്ജക്റ്റീവായിട്ടുള്ള വെർബായിട്ടുള്ള അഡ്ജക്റ്റീവുകളില്ലേ V3 വരുന്നത്, ആ V3 ഫോം ഇടാവില്ല. മേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മേക്കിന്റെ കൂടെ നമ്മളിപ്പോൾ വെർബായിട്ടുള്ള അഡ്ജക്റ്റീവ് ഇടും. വെർബ് അല്ലാത്ത അഡ്ജക്റ്റീവ് ആകുമ്പോൾ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ വെർബ് V3 ഫോമിലുള്ള അഡ്ജക്റ്റീവ് ഇടുമ്പോൾ ഈ V3 ഇടരുത്, അവിടെ V1 ഇടണം. മേക്ക് പേരൻസ് ഡിസപ്പോയിന്റ് ഇൻ ദെയർ ലൈഫ് ടൈം എന്ന് കൊടുത്താൽ ഓക്കെ. യെസ്, സ്റ്റാൻഡ് അല്ലേ. സ്റ്റാൻഡ്. യെസ്, സ്റ്റാൻഡ് ഓഫ് എയർ. The Swiggy boy was running in errands to deliver the food. Okay. Running in errands വേണ്ട, running errands മതി. Vultures scavenging on corpses made the opening sequence of the movie dreadful.
All right. The capitalists are scavenging the poor for heavy profits. Yes, they are. Some birds like vultures are scavengers. Yes, they are. Okay. അപ്പൊ സെറ്റ്. അടുത്തത് വാഫ്സ് കേട്ടുണ്ടോ? ഫ്ലോട്ടിംഗ് ഓർ ബീങ് ക്യാരിഡ് ജെന്റ്ലി ത്രൂ ദ എയർ. ഫ്ലോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ പയ്യെ നമ്മളിങ്ങനെ ചുമ്മാ നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ നമ്മളെ ക്യാരിഡ് അവേ ചെയ്യും എയറിൽ. ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് വാഫ്സ്. വിത്ത് എ പ്ലസന്റ് സ്മെൽ ഓഫ് സൗണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയാ വാഫ്സ് എന്ന് പറയാം. സിനോണിം എന്താ? ഗസ്റ്റ്, ഡ്രാഫ്റ്റ്, സ്വീപ്പ് എന്നൊക്കെ പറയാം. ആന്റണിമാണ് സ്റ്റിൽനെസ്, കാം ഒക്കെ പറയാം. എക്സാമ്പിൾ നോക്കിയേ. as they walk through the garden they could feel the cool wafts of the evening breeze. ആ ഒരു എന്താ പറയാ ഒരു ചെറിയൊരു നനുത്ത ഒരു എയർ, ഗഷ് ഓഫ് എയർ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് കേട്ടോ വാഫ്റ്റ് എന്ന രീതിയിൽ ഇവിടെ പറയണേ. ആ ഒരു എന്താ പറയാ ഒരു നമ്മളെന്താ പറയാ ഗഷ് ഓഫ് എയർ, അത് തന്നെ കറണ്ട് ഓഫ് എയർ, ആ ഒരു യൂസേജ് അല്ലേ, അതിനാണ് നമ്മളിവിടെ വാഫ് എന്ന് പറയാം. ഓർത്ത് വെച്ചോ വാഫ്. യെസ്. Sentences, please. സെന്റൻസസ് ഇല്ല കേട്ടോ നിങ്ങളുടെ വക. ദ പോലീസ് അതോറിറ്റി errant towards, errant verbal അല്ലോ, errant verbal അരുണേ. പോലീസ് അതോറിറ്റിയുടെ errant towards me, അങ്ങനെ പറയാം. അല്ലെങ്കിൽ even I showed the license, even though I showed the license, the police authorities errant towards me surprised me എന്ന് പറയാം. അങ്ങനെ കൊടുത്തോട്ടോ. errant verb അല്ല, അത് verb ആയിട്ട് ഉപയോഗിക്കുന്നില്ല, അതൊന്ന് ഓർത്ത് വെച്ചോളൂ. The wafts of the blossomed flowers made her day beautiful. That's great. The tranquility she felt in the hilltops wafted off her worries for sometimes. ഒരു സെക്കൻഡ്. വാഫ്റ്റ് ഓഫ് ചെയ്യുക, വാഫ്റ്റ് ഔട്ട് ചെയ്യാന്ന് അങ്ങനെ നമ്മൾ പറയാറുണ്ട്. വേർബായിട്ട് തന്നെ വാഫ്റ്റ് ഔട്ട് ചെയ്യാന്ന് പറയാം. ഈ വാഫ്റ്റിന് ഒരു ഇതുകൂടെ ഉണ്ട്, ഒരു ചെറിയൊരു വ്യത്യാസമാണ് ഞാൻ വരുത്തരാം. വാഫ്റ്റിനെ നൗണായിട്ട് മാത്രമല്ല നമുക്ക് വേർബായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതിനെ എന്ന് പറഞ്ഞത് വേർബായിട്ട് നമുക്കതിന് ഉപയോഗിക്കാം. അർത്ഥം വേർബായിട്ട് ഉപയോഗിക്കേണ്ട അർത്ഥം എന്നാ വരുന്ന അറിയോ? ഡ്രിഫ്റ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ഇത് വരും ഫ്ലോട്ട് ചെയ്യുക, ഗ്ലൈഡ് ചെയ്യുക, ആ ഒരു അർത്ഥമല്ലേ? നൈസ് ആയിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയാം. വേൾ ചെയ്യുക അങ്ങനെയൊക്കെ പറയാം സിനോണിംസ് ആയിട്ട്. ഓക്കെ. എക്സാമ്പിൾ പറയാം. The smell of the freshly baked cookies wafted out from the cafe. Okay. വെർബായിട്ട് ഉപയോഗിക്കാം. The wafts of a perfume lingered in the air even after she left the room. All right. It's beautiful to see paper boats wafting through the river. That's great. Floating through the river. Great. Upper waft. അടുത്തൊരു വേർഡ് നോക്കാം.
ദാറ്റ് ഈസ് റേസ്. നമ്മൾ ഇന്നലെ റേസ് പറഞ്ഞപ്പോൾ ഞാൻ കൺഫ്യൂസിവ് വേർഡ്സിൽ വിട്ടുപോയ ഒരു റേസ് ആട്ടോ ഇത്. ഈ റേസ് അത് ഞാൻ ഇട്ടില്ല, പക്ഷേ ഈ റേസ് നമുക്ക് ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള റേസ് ആണ്. ഈ റേസ് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ഡിസ്ട്രോയ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുക, അതാണ് റേസിന്റെ അർത്ഥം. റേസ് അല്ലേ, റേസ് Z ആണ്. സിനിം ബുൾഡോസ് ചെയ്യുക, ഒബ്ലിറ്ററേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറയാം ഡിമോളിഷ് ചെയ്യുക അല്ലേ. ഡിസ്ട്രോയ് ചെയ്യുക ഒക്കെ അല്ലേ, അതൊക്കെയാണ് റേസ് എന്ന് പറയുന്ന ഇതിന്റെ. അതുപോലെ തന്നെ നമ്മൾ പറയില്ല ഫെല്ലിയ, നിലംപരിശാക്കുക, അതൊക്കെ നമ്മൾ സിനോണിമായിട്ട് ഉപയോഗിക്കും. അപ്പം അതിന്റെ ആന്റണിമാണ് ബിൽഡ്, കൺസ്ട്രക്ട്, ഇറക്റ്റ് എന്നൊക്കെ പറയാം. ആഫ്റ്റർ ദ ഫയർ ബ്രോക്ക് ഔട്ട് ഇൻ ദ ഫാക്ടറി, ബ്രോക്ക് ഔട്ട് ഓർമ്മയുണ്ടോ, ബ്രേക്ക് ഔട്ട് ചെയ്യുക, പൊട്ടിപ്പുറപ്പ്, ഇറപ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ വരും, ബട്ട് പൊട്ടിപ്പുറപ്പെടുവിക്കുക, ബ്രേക്ക് ഔട്ട്. In the factory, it was so intense that it razed the entire building to the ground, left only machinery impaired. Raise ചെയ്തു, നശിപ്പിച്ചു അല്ലേ. It completely obliterated the entire building, destroyed, demolished, fell the building to the ground എന്ന് പറഞ്ഞാൽ വീഴ്ത്തി എന്നർത്ഥത്തില്ല. ബിൽഡിങ്ങിനെ നിലംപരിശാക്കി, ദാറ്റ് ഇസ് ഫെൽ. അത് കറക്റ്റ് പറയാം കേട്ടോ. അപ്പൊ റേസ് എന്ന വെർബിന്റെ അർത്ഥമാണിത്, മറക്കണ്ട. വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് റേസ്. നമ്മളന്ന് ഇതിന് വിട്ടുപോയതാ, ഇത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ലെറ്റ് മീ സീ യുവർ സെന്റൻസസ്. The ancient tribal groups done no. The ancient tribal groups have done. അതിൽ ഓക്കെ, വെറും ഡൺ കൊടുക്കില്ല. Did scavenging as a part of day-to-day survival for living. He wafted like a feather down the building after hearing the news. Slums were raised by an authoritarian government. All right. The landslide in Wayanad raised the lives of many, of course. Okay. ഇപ്പൊ സെറ്റ് ആണല്ലോ, നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. അപ്പൊ അടുത്ത ദിവസം കാണാം. അപ്പൊ ഇനി ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ വരാം. ഏതാണ് റിവിഷൻ സെഗ്മെന്റ് ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം കേട്ടോ. അപ്പൊ അതുവരെ എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക, പഠിക്കാൻ മറക്കണ്ട. സെന്റൻസസ് കേട്ടോ, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വരുത്താതെ. നമ്മൾ ഇപ്പോൾ കുറെ എറേഴ്സ് വരുന്നുണ്ട്, അപ്പൊ ഞാനതൊന്ന് റിവൈസ് ചെയ്ത് വിട്ടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നോട്ട് ചെയ്തോണം, ഇങ്ങനെയുള്ള എറേഴ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തോണം. അടുത്ത ഇതിൽ കാണാം. ഓക്കെ, വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ,